നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വല്ലച്ചിറയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് 5 വയസ്സുകാരൻ മരിച്ചു. വല്ലച്ചിറ പകിരിപ്പാലം സ്വദേശി അനിൽകുമാറിന്റെ മകൻ അനശ്വറാണ് മരിച്ചത്. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. വൈകിട്ട് 5:30 ഓടുകൊണ്ടുള്ള പഴയ മതിലിന്റെ മുകളിൽ മറ്റു കുട്ടികളുമായി ഓടിക്കളിക്കവേ ആയിരുന്നു അപകടം. കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടും. തൃശൂർ വടക്കേക്കാട് വയലേരിയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം. നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമനാംഗങ്ങൾ എത്തി തീയണച്ചു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുകളിസ്ഥലം ഇല്ലാത്തതിന് പരിഹാരമാവുന്നു. മാള വലിയപറമ്പ് ഗ്രൗണ്ടിൽ 1 കോടി രൂപ ചെലവിൽ കളിസ്ഥലത്തിന് ഭരണാനുമതി ലഭ്യമായതായി VR സുനിൽകുമാർ MLA പറഞ്ഞു. VD സതീഷിനെതിരെ പരിഹാസവുമായി SFI. മെറ്റാ സർവർ ഡൗൺ ആയപ്പോൾ സർവർ SFI ഹാക്ക് ചെയ്യുന്നതാണെന്ന് വരെ പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ആശങ്കപ്പെട്ടിരുന്നെന്ന് PA ആർഷോ. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവനകൾ ഇവർക്ക് വർഷങ്ങളായി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുമെന്നതിന്റെ നീരസമാണിതെന്നും ആർഷോ പ്രതികരിച്ചു. തീരദേശത്തിന് കരുതലായി ഫസ്റ്റ് കെയർ ആംബുലൻസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. കാര സെന്ററിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. എടവലിങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ്, ജോസ്മി, ഹരി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടത്തി. BJP കയ്പമംഗലം മണ്ഡലം ഓഫീസിന് മുന്നിൽ മണ്ഡലം നേതാക്കളുടെയും വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈദ്യുതി ഉപയോഗം അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ പീക്ക് ലോഡ് സമയത്ത് ഉപഭോക്താക്കൾ സ്വയം പ്രഖ്യാപിത പവർ കട്ട് പവർ പോസ്റ്റ് ആചരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനർജി കൺസർവേഷൻ സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ ഡോക്ടർ മെൽവിൻ ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.